എന്താണ് അതിന്റെ പ്രത്യേകത? അതിൽ നിന്നാണ് അതിന്റെ ഈത്തപ്പനയുണ്ടാവുന്നത്. ആ കുരു അതിന് ഇത്തിരി പാടിയിട്ട് വേണം ഇനി ഈത്തപ്പനയായി ഉണ്ടാവുന്നത്. അപ്പൊ ഈ ചെറിയ കുരു ഇതുപോലെയാണ് ശേഖരിന്റെ മുമ്പിലെത്തിയ മുറിയിൽ കൽബ്. ഈ കൽബിൽ നിന്ന് ഉന്നതമായ സ്ഥാനത്തേക്ക് അതിന്റെ റൂഹിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതുപോലെ ഈ റൂഹിൽ നിന്ന് ഈ ഈത്തപ്പഴ കുരുവിൽ നിന്ന് ഈ ഈത്തപ്പഴത്തിന്റെ കുരുവിൽ നിന്ന് ഒരു ഈത്തപ്പഴ തെയ്യെ നമ്മൾ നട്ടുകൊടുപ്പിച്ച് ഉണ്ടാക്കുന്നത് പോലെ അതേ സ്ഥാനത്ത് അതിനെ ഓരോ സ്ഥലത്തേക്ക് അതിനെ വളരെല്ലായിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നത് പോലെ ശേഖന്റെ മുമ്പിലെത്തിയ മുറിയിനെ ശേഖ് വളർത്തിക്കൊടുക്കുമ്പോൾ ശേഖിടുന്ന ആ വളം ശേഖി ഇവൻ ഈ ഈത്തപ്പഴക്കുരു വളർന്ന് ഈത്ത പനയാകാൻ വേണ്ടത് അതിന്റെ ചുറ്റുപാട് സാഹചര്യങ്ങൾ എന്നതുപോലെ മുരീദിന് ചില സാഹചര്യങ്ങൾ വേണം. ആ സാഹചര്യങ്ങൾ ഏറ്റവും പ്രധാനവും ഏറ്റവും പരമവും സിദ്ഖാണ്. എന്താ സിദ്ഖ്? സിദ്ഖുൽ മഹബ്ബ, ശേഖിനോടുള്ള ഹുബ്ബ് സാദിഖാണ്. എങ്ങനെയാണ് ശേഖിനോടുള്ള ഹുബ്ബ്? അത് സാധിക്കൽ എങ്ങനെയാണെന്നാണ് ഇൻഷാ അല്ലാഹ് അത് ആദാബുൽ മുരീദ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഒരു ശേഖിന്റെ മുന്നിലെത്തുന്ന മുരീദ്. ഈ മുരീദിൽ ഒരുപാട് മര്യാദകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട മര്യാദ ശേഖിന്റെ അടുത്തേക്ക് മുരീദ് കടന്നു ചെല്ലുമ്പോൾ തന്നെ പൂർണ്ണമായി തൗബ ചെയ്തു പോകുന്നു. കാമിലാകാനുള്ള പരിപൂർണതയെത്താനുള്ള ഉപദേശങ്ങളാണ് ആദാബുകൾ പഠിപ്പിക്കുന്നത്. അത് ഒന്നായി നമുക്കുള്ള പാലിക്കാനാവില്ല. കാരണം അതിനെ ഇമാമുകൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ അൻവാർ ഖുദ്സിയാവിന്റെ കിതാബിൽ തന്നെ എന്റെ വായനയിൽ 13ഓളം അതിൽ പല അളവുകൾ പറയുന്നു. നമുക്കിവിടെ പറയാനില്ലല്ലോ. ആദാബുൽ മുരീദ് സെപ്പറേറ്റ് ആയിട്ട് ഇമാം ഷാഫിഈന്റെ കിതാബ് കണ്ടിട്ട് അതൊക്കെ ഇവിടെ വായിക്കാൻ കഴിയില്ല. എന്നാലും ചിലൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് വളരെ തീർക്കാം. നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് അറിയേണ്ടത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി സഹാബികൾ പാലിക്കേണ്ട മര്യാദകൾ ഖുർആനിലൂടെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ വാഹനത്തിൽ സഹാബികൾ ഉണ്ടായിരുന്നില്ലേ? നബിയുടെ പോയിട്ട് കാത്തുനിൽക്കുമ്പോ അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ എപ്പോഴും വന്നപ്പോൾ അപ്പൊ അതേ കുറേ കാര്യങ്ങളോട് കാത്തുന്ന പഠിച്ചിട്ടുണ്ട്. എനിക്ക് അപ്പോഴാണ് ഓർമ്മ സുഹൃത്തും ജാഥയിൽ ബഹുമാനപ്പെട്ട സഹാബാക്കൾ വന്നിട്ട് അല്ലാഹു റസൂൽ കിട്ടാൻ വാതിൽ തുറക്കാതിരിക്കുമ്പോ ഇങ്ങനെ ചിലപ്പോൾ വാതിലുകൾ വിട്ടു. അല്ലാഹുവിന്റെ സുഹൃത്തും ജാഥയിലൂടെ അവരെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം, മുട്ടരുത്, ബഹളം വെക്കരുത് എന്ന അർത്ഥത്തിൽ ആയത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മുമ്പിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളും കൽബിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്, മതത്തിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനമായ ചില കാര്യങ്ങളുമായി ഒന്നാമത്തത് എല്ലാ ദോഷത്തെക്കുറിച്ചും തോവലിക്കാൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഇത് മുളക്കണം. നമ്മുടെ കൽബിൽ ഇത് മുളച്ചു വരണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മര്യാദ എല്ലാ ദോഷത്തെക്കുറിച്ചും തോവലിട്ട് പോകണം. കണ്ടുപിടിക്കേണ്ട വിദ്യ നന്നായിട്ട് ചെയ്തെടുത്ത് പോയാൽ അതിന്റെ പുറത്തുനിന്ന് രക്ഷപ്പെടുമെന്നല്ല. എന്തുകൊണ്ട്? അവരെ ബഹുമാനപ്പെട്ട സേനാനിമാർ ഉദ്ധരിച്ചത്, അവരെ ഉദാഹരണപ്പെടുത്തിയത് നിസ്കാരത്തിലേക്ക് കടന്നു. ഉപ്പായത്തിന് നെലസുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നെലസുണ്ട്, അതോടുകൂടി നിസ്കരിക്കാൻ നിസ്കാരം ശരിയാവോ? നിസ്കാരത്തിന് ഫലം കിട്ടൂല എന്നതുപോലെ തെറ്റിലായിക്കൊണ്ടിരിക്കെ അതിൽ മുസ്തമിറായിക്കൊണ്ട് ശരിയായിട്ട് പോയാൽ പിന്നെ രക്ഷപ്പെടുക. നമ്മൾ ദോഷത്തിൽ നമ്മൾ ഒഴിവായി. കൽവിയായ ദോഷത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് മുജാഹദക്കാണ്. ആ മുജാഹദയിൽ നമുക്ക് വഴികാട്ടിയാവാൻ, നമുക്ക് അതിൽ മതതാവാൻ, നമ്മുടെ കൈപിടിക്കാനല്ലേ ശരിയെടുത്തോന്ന് തെറ്റ് ചെയ്തുകൊണ്ടും അതിനെപ്പറ്റി ഒരു തൗബ മനസ്ഥിതിയിലാണ്ടു
കിട്ടിയാൽ ബാത്തിന് ശുദ്ധിയാക്കും. അത് ചെയ്ത് മുറിക്കുമല്ലേ, ഓരോന്നിനെ കടക്കി വെച്ച് മുറിക്കും. മുറിക്കുന്ന രൂപങ്ങൾ പ്രധാനം പറയുന്നത് ഇന്നൽ മുലൂക ഇദാ ദഖലു ഖറിയതൻ അഫ്സദൂഹാ വജഅലു അഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യുഫ്അലൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ. വമിൻ ശൈഇഹി മുആനഫത്തുൽ അദബി അല തമാമി മഅ അല്ലാഹി തആല. എപ്പോഴും ഈ അടിമ അല്ലാഹുവോട് അദബ് വേണം. വമഅ ഔലിയാഇഹി വ ഇഖ്വാനിഹി. അല്ലാഹുവിന്റെ ഔലിയാക്കളോടും അല്ലാഹുവിന്റെ ഔലിയാക്കളോടും അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളോടും അവർക്ക് അദബ് വേണം. ഒരിക്കലും ഇവർക്ക് അനുവദിക്കപ്പെടുന്നില്ല, ഒരിക്കലും അത് അനുവദിക്കപ്പെടില്ല. സൂലതപ്പെടുന്നു അതറുകേട് എന്ന് ഒരിക്കലും അത് മാപ്പില്ലാത്തതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ആലോചിച്ചു വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ സമയമില്ലല്ലോ, അത്ര പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കി. അടിമ ചിലപ്പോൾ സ്വർഗത്തിലെത്തും. വിവാദത്തിലുള്ള അതവ് കൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം ശരീരത്തിന്റെ ഹഖീഖത്ത് മഅരിഫത്ത് റബ്ബാനിയിലെ ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതവ് വേണം. അതവ് വളരെ പ്രധാനമാണ്. ചുരുക്കാണ്. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഒരു ശൈഖില്ലാ പറഞ്ഞു. ശരീരത്തിൽ ഒന്നിലെത്തുന്ന ശൈഖ് പാടില്ല, അത് പാടേയില്ല. പണ്ടത്തെ കാലത്ത് സഹാബത്തിന്റെ താപീയങ്ങളുടെ കാലത്തൊക്കെ ഒന്നിലധികം ശൈഖന്മാർ പറ്റും. അതിന് കാരണം വേറെയാണ്. അവർ ശൈഖന്മാർ സ്വീകരിക്കുന്നതിന് ആവശ്യം വരെയാണ് നമ്മളത് വേറെയാണ്. അത് കുറച്ച് വിശദീകരിക്കപ്പെടുന്നത്. ഏതായാലും കാലാന്തരം നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ച ഈ കാലഘട്ടത്തിൽ ഒന്നിൽ ശൈഖി അല്ലാഹു ഇല്ലാ ശൈഖുല്ലാഹി ഒന്നേ പറ്റുള്ളൂ. കത്തു ശൈഖൈനി, ഒരാൾക്ക് രണ്ട് ശൈഖ് ഉണ്ടാകാനേ പാടില്ല. എന്തുകൊണ്ട്? കാര്യങ്ങൾ പറയുന്നു. لأن ذلك عون له في الطريقة وما رأينا مريدا قط أفلح على يد شيخين. രണ്ട് ശൈഖിന്റെ കൈ പിടിച്ചിട്ട് രക്ഷപ്പെട്ട ഒരു മുരീദിനെയും ഞാൻ കണ്ടിട്ടില്ല. ഏതുപോലെ രണ്ട് ഇലാഹികളിൽ അള്ളാഹ് ഉണ്ടാകാൻ രണ്ട് ഇലാഹികളിൽ ആരും ഉണ്ടാകാൻ പറ്റാത്തതുപോലെ വലൽ മുക്കല്ലഫ് ബൈന റസൂലൈനി, രണ്ട് റസൂലിനിടയിൽ ഒരു മുക്കല്ലഫ് ഉണ്ടാകാൻ പറ്റാത്തതുപോലെ വലൽ ബൈന റസൂലൈനി, രണ്ട് മാപ്പിളക്കിൽ ഒരു ഭാര്യ ഉണ്ടാകാൻ പറ്റാത്തതുപോലെ ഫഖല്ലാഹിൽ മുരീദു ലാ യകൂനു ബൈന ശൈഖൈൻ. മുരീദ് രണ്ട് ശൈഖിനെ പാടില്ല. രണ്ട് മാപ്പിളക്ക് ഒരു ഭാര്യ നോക്കാണ് ശരിയാവോ? രണ്ടാമത് ഒരാളെങ്കിലും ഒരു രോഗത്തെ കുറിച്ചുന്നു ശരിയാവോ? ശരിയാവാത്തതുപോലെ രണ്ട് ശൈഖിനിടയിൽ ഒരു മുരീദ് പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു മുരീദിന് രണ്ട് ശൈഖ് പാടില്ല, ഒരു ശൈഖ് മാത്രം. ചില ആളുകൾ കുടുങ്ങിപ്പോവും. രണ്ട് മുരീദ് ശൈഖുമാർ കൂടി വിദ്യാലയം ചെയ്യപ്പെടും. അത്തരം അസംഭാവത്തെ ചിലപ്പോൾ അങ്ങനെ പെട്ടുപോകും.